ഹലോ, അസ്സലാമു അലൈക്കും. എന്തെല്ലാ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ കാൽ ചായ ഇട്ട് പണി തുടങ്ങാം കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പത്തിൻ്റെ പിട്ട. ഇവിടെ എല്ലാവർക്കും അതാണ് കേട്ടോ ഇഷ്ടം. ഞാൻ ഗോതമ്പത്തിൻ്റെ പിട്ട് പാക്കറ്റ് മേടിക്കാറ് കേട്ടോ. ഇത് ഓസോണ്ടതാണ്. എല്ലാ കമ്പനീൻ്റെ ഉണ്ട് കേട്ടോ ഈ പിട്ടുപൊടി. നല്ല ടേസ്റ്റാണ് കേട്ടോ. വേറെ എന്തൊക്കെയാ വിശേഷം? പിന്നെ ഈ പിട്ട് ചുടുമ്പോൾ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കുറ്റിയിൽ നിറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ആറിപ്പോവും, നനവില്ലാതായിപ്പോവും. അപ്പം നമ്മൾ കുറ്റിയിൽ വാരിയിടുന്ന സമയത്തൊക്കെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ നല്ല പിട്ടാവും. രാത്രി വരെ വെച്ചാലും അതിൻ്റെ സോഫ്റ്റ് പോവില്ല കേട്ടോ. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണ്. വേറെ എന്തൊക്കെയാ വിശേഷം? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? മഴ തുടങ്ങിയില്ലേ? മഴ തുടങ്ങിയിട്ടും മഴ പെയ്യാതെ നിൽക്കുമ്പോൾ നല്ല ചൂടാണല്ലേ. ഞാൻ പുഴുക്കുണ്ടാക്കാം കേട്ടോ. പച്ചക്കായും ചേനയും ഇട്ടിട്ട് പച്ചക്കായും ചേനയും വെല്ലുള്ളിയും 4 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത്തിരി മുളക് പൊടി ഇട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവാൻ വെക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുക്കറിൽ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം 3-4 വിസിലിടുമ്പോഴത്തേക്ക് കുക്കറും ചേനയൊക്കെ നല്ലോണം വെന്ത് അതിലേക്ക് വെളുത്തുള്ളിയും തേങ്ങയും പെരിഞ്ചീരകവും ചേർത്ത് അരച്ചതാണ് കേട്ടോ. അത് വെളുത്തുള്ളി ഒരു 3 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, 3-4 ചെറിയ ഉള്ളി. തേങ്ങ നല്ലപോലെ അരച്ച് വെച്ച് വെള്ളം കൂടിപ്പോയത് കേട്ടോ പുഴുക്കിന്. ഇനി നമുക്കത് വറുത്തിടാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളക് ചതച്ചതും ചേർത്ത് വറുത്തിട്ടു. കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ, അതാത് ചേർക്കാതിരുന്നത്. പുഴുക്ക് റെഡി. ഇനി എൻ്റെ ഒരു വലിയൊരു പണിയാട്ടോ, ഈ ചെടികളെല്ലാം ഒന്ന് മാറ്റി വയ്ക്കണം. വെള്ളം നേരിട്ട് ചട്ടിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അതെല്ലാം കെട്ടുപോകില്ലേ. എല്ലാത്തിനും വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി അവിടെ ഒരു ഷീറ്റുണ്ട്, ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് മാറ്റി വെക്കുകയാണ്. എല്ലാ ചെടി ചട്ടി എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. ചെടി നടൽ അത്ര എളുപ്പമല്ല കേട്ടോ. ചെടി നടുമ്പോൾ ഇത് മാറ്റി വെക്കണം, അതിനെ വളരണം, അതിനെ സ്നേഹിക്കണം. എന്നാൽ മാത്രമാണ് ചെടി ഉണ്ടാവുകയുള്ളൂ അല്ലേ? അങ്ങനല്ലേ? അത് കവറിട്ട് വെച്ചതാണ് കേട്ടോ. പഞ്ചായത്ത് നാട് വരൂലേ മാസത്തിൽ കവർ ശേഖരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അതെല്ലാം അവിടെ നിന്ന് എടുത്ത് മാറ്റി വേറെ വെച്ചു. ഒത്തിരി ചെടികളുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. പൂവുള്ളതും പൂവില്ലാത്തതും ഒക്കെ ഉണ്ട്. എനിക്ക് എല്ലാ ചെടികളും ഇഷ്ടമാണ്. ഇതൊരു അടുപ്പിൻ്റെ സ്റ്റാൻഡായിരുന്നു കേട്ടോ. അതിലേക്ക് ഞാൻ ശംഖുപുഷ്പത്തിൻ്റെ വള്ളി കെട്ടി കൊടുത്താൽ അതിലേക്ക് പടരാൻ വേണ്ടിയിട്ട് അത് തെച്ചിപ്പോവാണ്. നിലത്തും ഒത്തിരി ചെടിയുണ്ട്. ഇത് മല്ലി കേട്ടോ, ആഫ്രിക്കൻ മല്ലി എന്ന് പറയുന്നത്. അതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഒരു സ്നേഹിതം കൊണ്ട് കൊടുത്തിട്ട് തന്നതായിരുന്നു. 2 കവറിലുണ്ട്. പിന്നെ നിലത്തും ഒത്തിരി ചെടിയുണ്ട്. പച്ചമുളകാണ് കേട്ടോ. അത് നമ്മൾ മേടിക്കുന്ന പച്ചമുളകാണ്. നശിച്ചെടുത്തൊന്ന് ഞാൻ പൊടിപ്പിച്ചെടുത്ത്. ഇത് വെറൈറ്റി ചെമ്പരത്തി കേട്ടോ, പല കളറും ഉണ്ട്. പിന്നെ ഇത് മല്ലിച്ചപ്പ്. ഇനിയിപ്പോൾ ഇതെല്ലാം അതും മാറ്റി വെക്കണം. ചെമ്പരത്തിയെല്ലാം
മണ്ണിലേക്ക് നടണം. ഇത് ഉറുമാൻ പഴത്തിൻ്റെ തൈ പൊടിച്ചതാട്ടോ. ഒന്നും കൂടി വലുതായിട്ട് മാറ്റി നടണം. ഇതൊരു വയലറ്റ് വള്ളിച്ചെടിയാണ്. ഇതൊരു ലാവൻഡർ ഫ്ലവർ അതിലുണ്ടാവുക. ഇതെല്ലാം മാറ്റിയും തിരിച്ചും ഓരോന്ന് വളർത്താൻ വേണ്ടി ഇട്ട് കൊടുക്കണം, കെട്ടിക്കൊടുക്കണം. ഇതെല്ലാം നിലത്തേക്ക് കുഴിച്ചിടാൻ വേണ്ടി വെച്ച ചെടി കേട്ടോ. അത് പല കളറ് ബോഗൺവില്ല എൻ്റെ അടുത്ത്. ഇതെല്ലാം ചട്ടിയിലേക്ക് ആക്കിയിട്ട് എൻ്റെ മദർ പ്ലാന്റ് എല്ലാം ഞാൻ നിലത്തേക്ക് കെട്ടിൻ്റെ അടുത്തേക്ക് കുഴിച്ചിട്ടത്. എല്ലാ കളറും ഉണ്ട്, പല കളറും ഉണ്ട്. അതൊരു ചെടി കേട്ടോ. അത് ഞാൻ 100 രൂപക്ക് മേടിച്ചതായിരുന്നു. അതിപ്പം വലിയ മരമായി. അതിലേക്ക് ഞാൻ മുല്ലവള്ളിയും പടർത്തി വിട്ടു. ഇന്നത്തെ ജോലി ഇതൊക്കെ തന്നെയാണ്. ഇത് പൂച്ചനഖം എന്നറിയപ്പെടുന്ന ഒരു മഞ്ഞ കളറ് ചെടിയില്ലേ, വള്ളിച്ചെടി, അതാ. ഇതെനിക്ക് പേരറിയില്ല കേട്ടോ. ഇവിടെയെല്ലാം കടലപ്പൂവ് എന്നാണ് പറയാം. ആ വെള്ള പൂവിലേക്കൊരു ഇതെൻ്റെ വെർട്ടിക്കൽ ഗാർഡനാണ്. അതും വൃത്തിയാക്കാനുണ്ട്. അങ്ങനെ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന്. എൻ്റെ കോസ്മസ് എല്ലാം മഴ പെയ്തപ്പം പോയി എല്ലാം നിലത്ത് വീണു. എല്ലാ പണിയും കഴിഞ്ഞിട്ടോ. വിട്ട് ചുടൽ കഴിഞ്ഞു, പുഴുക്കുണ്ടാക്കി. വിട്ടിന് പഴാട്ടോ എനിക്കിഷ്ടം, ഹസ്ബൻഡിനും അത് തന്നെയാണ് ഇഷ്ടം. ചെടിയെല്ലാം എൻ്റെ ചെടികളെല്ലാമാണിത്. അതെല്ലാം ഒതുക്കി മാറ്റി വെച്ചു. ഇന്നത്തെ പണി ഇതൊക്കെ തന്നെയായിരുന്നു. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.